4ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ നിന്നും 7ാമത്തെ പാഠം നോക്കൂ. പാഠം 7 മാ യഹ്റുമു ബിൽ ഹദസി. ചെറിയ അശുദ്ധി കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാകും? ഈ പാഠത്തിൽ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ, അതുപോലെ വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങളും ഹൈള് നിഫാസ് ഉള്ളവൾക്ക് ഹറാമാകുന്ന കാര്യങ്ങളും നമുക്ക് പഠിക്കാം. പാഠം നോക്കാം. അശുദ്ധി ഉണ്ടായാൽ ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അശുദ്ധി ഉണ്ടായാൽ ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അവ ചെയ്യണമെങ്കിൽ ഉളു എടുത്തുകൊണ്ടോ കുളിച്ചുകൊണ്ടോ അശുദ്ധിയെ ഉയർത്തണം. ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഉളു എടുത്തുകൊണ്ടോ കുളിച്ചുകൊണ്ടോ അശുദ്ധി ഉയർത്തണം. എപ്പോഴാണ് ഉളു എടുത്തുകൊണ്ട് അശുദ്ധി ഉയർത്തുക? അതായത് ചെറിയ അശുദ്ധി ഉയർത്താൻ ഉളു എടുത്താൽ മതി. ചെറിയ അശുദ്ധി എന്നാൽ ഉളു ഇല്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ചെറിയ അശുദ്ധി. കുളി നിർബന്ധമാകുന്ന അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം. എന്നാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ ഉളു ചെയ്താൽ മതി. ചെറിയ അശുദ്ധിയുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇനി അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ: നിസ്കാരം, തൊവാഫ്, മുസഫ് തൊടൽ, ചുമക്കൽ, ജുമുഅയുടെ ഖുതുബ, സുജൂദ്. ചെറിയ അശുദ്ധി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഉളു ഇല്ലാത്തവർക്ക് ചെയ്യൽ ഹറാമായ കാര്യങ്ങളാണ്. നിസ്കാരം ഉളു ഇല്ലാതെ ചെയ്യാൻ പാടില്ല. തൊവാഫ് ചെയ്യാൻ പാടില്ല. മുസഫ് തൊടൽ, ചുമക്കൽ. മുസഫ് തൊടാനോ ചുമക്കാനോ പാടില്ല. അതായത് ഉളു ഇല്ലാതെ മുസഫ് തൊടാനോ എടുക്കാനോ പാടില്ല. ജുമുഅയുടെ ഖുതുബ ഉളു ഇല്ലാതെ പാടില്ല. സുജൂദ്. ഇവിടെ സുജൂദ് എന്ന് തന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഓത്തിന്റെ സുജൂദാണ്. ആ സുജൂദ് ചെയ്യണമെങ്കിലും ഉളു ഇല്ലാതെ പാടില്ല. വകതിരിവുള്ള കുട്ടികൾ പഠന ആവശ്യത്തിനു വേണ്ടി മുസഫ് തൊടലും ചുമക്കലും തടയപ്പെടേണ്ടതില്ല. മുസഫ് തൊടാനും ചുമക്കാനും ഉളു വേണം. എന്നാൽ വകതിരിവുള്ള കുട്ടികൾ പഠന ആവശ്യത്തിനു വേണ്ടി, പഠിക്കുന്ന ആവശ്യത്തിനു വേണ്ടി മുസഫ് തൊടുന്നതിനോ എടുക്കുന്നതിനോ ഉളു നിർബന്ധമില്ല. അവരെ തടയേണ്ടതില്ല. ഇനി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഉളു ഇല്ലാത്തവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇനി വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. 5 കാരണങ്ങളുണ്ട്, അത് പഠിച്ചു. ഇനി അവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും വലിയ അശുദ്ധിക്കാർക്കും ഹറാമാണ്. ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതൽ, പള്ളിയിൽ താമസിക്കൽ എന്നിവയും. ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതൽ. ഖുർആൻ ആണെന്ന ഉദ്ദേശം കൊണ്ട് ഖുർആൻ ഓതി കഴിഞ്ഞാൽ അതും ഹറാമാണ്. പള്ളിയിൽ താമസിക്കൽ അതും ഹറാമാണ്. ഇനി ഹൈള് നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഹൈള് നിഫാസ് ഉള്ളവൾക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ. വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എല്ലാ കാര്യങ്ങളും. അതായത് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളും ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഓതലും പള്ളിയിൽ താമസിക്കലും ഹൈള് നിഫാസുകാരിക്കും ഹറാമാണ്. അതുപോലെ നോമ്പ്, മുട്ടുപൊക്കലിന്റെ ഇടയിൽ രമിക്കൽ, പള്ളി മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകൽ എന്നിവ ഹറാമാണ്. ഈ കാര്യങ്ങൾ കൂടാതെ നോമ്പ് നോൽക്കൽ ഹൈള് നിഫാസുകാരിക്ക് ഹറാമാണ്. മുട്ടുപൊക്കലിന്റെ ഇടയിൽ രമിക്കൽ, അതുപോലെ ഈ നോമ്പ് നോൽക്കൽ ഹറാമാണ്. എന്നാൽ നോമ്പ് പിന്നീട് ഖളാ വീട്ടണം. നിസ്കാരം അവർ ഖളാ വീട്ടേണ്ടതില്ല. ഇനി മുട്ടുപൊക്കലിന്റെ ഇടയിൽ രമിക്കൽ, പള്ളി മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകൽ. ആ പള്ളിയിൽ ഹൈള് നിഫാസ് കൊണ്ട് മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകലും ഹറാമാണ്.
ഹൈള് നിഫാസ് ഉള്ള അവസരത്തിലെ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഹൈളോ നിഫാസോ ഉള്ളപ്പോൾ നോമ്പ് ഹറാമാണ്. എന്നാൽ ആ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. നിസ്കാരം അവർ ഖളാ വീട്ടേണ്ടതില്ല. നിസ്കരിക്കലും ഹറാമാണ്. എന്നാൽ നിസ്കാരം അവർ ഖളാ വീട്ടേണ്ടതില്ല. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ. തദ്രീബാത്ത് നോക്കൂ. 1. ശരി തെറ്റ് അടയാളപ്പെടുത്തുക. അതിൽ ഒന്നാമത്തെ, ഉളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല. ഉളു ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല. അത് തെറ്റാണ്. പള്ളിയിലേക്ക് ഉളു ഇല്ലെങ്കിലും കയറാം. എന്നാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഉളു ചെയ്യൽ സുന്നത്താണ്. 2. ഹൈള് ഉള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല. അത് ശരിയാണ്. ഹൈള് ഉള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് നോൽക്കാൻ പാടില്ല. അത് ശരിയാണ്. 3. വലിയ അശുദ്ധി നീങ്ങാൻ ഉളു ചെയ്താൽ മതി. അത് തെറ്റാണ്. വലിയ അശുദ്ധി നീങ്ങാൻ കുളിക്കണം. ചെറിയ അശുദ്ധി നീങ്ങാൻ ഉളു ചെയ്താൽ മതി. എന്നാൽ വലിയ അശുദ്ധി നീങ്ങാൻ കുളിക്കണം. 4. ഉളു ഇല്ലാതെ മുസഫ് തൊടരുത്. അത് ശരിയാണ്. ഉളു ഇല്ലാതെ മുസഫ് തൊടാനോ ചുമക്കാനോ പാടില്ല. 5. ഖുർആൻ ഓതാൻ ഉളു നിർബന്ധമാണ്. അത് തെറ്റാണ്. ഖുർആൻ ഓതാൻ ഉളു സുന്നത്താണ്. മുസഫ് തൊടാനും ചുമക്കാനും ഉളു നിർബന്ധമാണ്. എന്നാൽ ഖുർആൻ ഓതാൻ ഉളു സുന്നത്താണ്. ഇത് തെറ്റാണ്. ഉളു ഇല്ലെങ്കിലും ഖുർആൻ ഓതാം. തെറ്റുകൾ ശരിയാക്കി എഴുതുക. 1. ചെറിയ അശുദ്ധി ഉയർത്താൻ കുളിക്കണം. അത് തെറ്റാണ്. ശരിയാക്കി എഴുതുമ്പോൾ ചെറിയ അശുദ്ധി ഉയർത്താൻ വുളു ചെയ്യണം. ചെറിയ അശുദ്ധി ഉയർത്താൻ വുളു ചെയ്യണം. 2. നിഫാസ് രക്തമുള്ളവൾക്ക് നിസ്കരിക്കാം. അത് തെറ്റാണ്. നിഫാസ് രക്തമുള്ളവൾക്ക് നിസ്കരിക്കൽ ഹറാമാണ്. നിഫാസ് രക്തമുള്ളവൾക്ക് നിസ്കാരം ഹറാമാണ്. 3. ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം. അത് തെറ്റാണ്. ഉറങ്ങിയാൽ നിസ്കരിക്കാൻ വുളു ചെയ്യണം. ഉറങ്ങിയാൽ നിസ്കരിക്കാൻ വുളു ചെയ്യണം. 4. വലിയ അശുദ്ധിയുള്ളവർ വുളു ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത്. അതിന്റെ ഉത്തരം വലിയ അശുദ്ധിയുള്ളവർ കുളിക്കാതെ പള്ളിയിൽ താമസിക്കരുത്. അത് ശരിയാക്കി എഴുതേണ്ടത് വലിയ അശുദ്ധിയുള്ളവർ കുളിക്കാതെ പള്ളിയിൽ താമസിക്കരുത്. എടുത്ത് എഴുതാം. ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ. ഇതിൽ നിന്നും ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എഴുതാം. ഉളു ഇല്ലാത്തവർക്ക് ഹറാമായ കാര്യങ്ങൾ. നിസ്കാരം ഉളു ഇല്ലാത്തവർക്ക് ഹറാമായ കാര്യം. ഖുർആൻ ഓതൽ ഉളു ഇല്ലാത്തവർക്ക് ഖുർആൻ ഓതാം. ഖുർആൻ ഓതുന്നതിന് വേണ്ടി ഉളു സുന്നത്താണ്. അപ്പോൾ ഇത് എഴുതാൻ പറ്റില്ല. നിസ്കാരം എന്ന് എഴുതാം. മുസഫ് തൊടാനും ചുമക്കാനും ഉളു നിർബന്ധമാണ്. ഇവിടെ മുസഫ് തൊടൽ. തുവാഫിന് ഉളു നിർബന്ധമാണ്. നോമ്പ് നോൽക്കാൻ ഉളു ആവശ്യമില്ല. ഇവിടെ ഉത്തരം എഴുതേണ്ടത് നിസ്കാരം, മുസഫ് തൊടൽ, തൊവാഫ്. നിസ്കാരം, മുസഫ് തൊടൽ, തൊവാഫ്. ഈ പാഠത്തിൽ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങളും വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങളും പിന്നെ ഹൈള് നിഫാസ് ഉള്ളവൾക്ക് ഹറാമായ കാര്യങ്ങളുമാണ് പഠിച്ചത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.